പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപം അത് തൻ്റെ പുത്രന്റെ ശരീരം കൊണ്ട് ആ ശരീരത്തിൽ ഏറ്റുവാങ്ങി ആ പൊന്നു തമ്പുരാൻ, ആ യേശുനാഥൻ നമ്മുടെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവിടുന്ന് സ്വന്തം ശരീരത്തിൽ പരിഹാരം ചെയ്യുമ്പോൾ ആ പുത്രന്റെ ശരീരത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ക്രൂരമായ ആ വിധത്തിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോൾ, തലയിൽ മുൾക്കിരീടം അടിച്ച് ഇറക്കുമ്പോൾ, ആ ശരീരത്തിന് പിന്നെയും പിന്നെയും ചാട്ടം കൊണ്ടടിച്ച് ആ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിനേക്കാളും 100 ഇരട്ടി ഭാരമുള്ള കുരിശ് കൊടുത്തുകൊണ്ട് ആ യേശുനാഥനെ കൊണ്ട് ആ കുരിശ് വഹിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെയും ആ പിതാവ് നെഞ്ച് തകർന്നുകൊണ്ട് ആ പുത്രനെ പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഒരവസ്ഥയായിരുന്നു. ചമ്മട്ടി അടിക്കുമ്പോഴും കുരിശിൽ തറയ്ക്കുമ്പോഴും തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുമ്പോഴും ഒക്കെ സ്വന്തം പുത്രനെ പിടിച്ചു വെച്ച് കൊടുക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം. ആ പിടിച്ചു വെച്ച് കൊടുക്കുമ്പോഴും അവിടുന്ന് അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ആ പിതാവ് അനുഭവിച്ച മാനസിക വേദന എന്ന് പറയുന്നത്, അത് ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. ഒടുവിൽ തൻ്റെ തന്നെ മാറിലേക്ക് ചേർത്ത് തറയ്ക്കുവാൻ തക്ക വിധം അവിടുന്ന് തൻ്റെ ആ കുരിശിന്റെ രൂപത്തിൽ തൻ്റെ കൈകൾ വിരിച്ചു കൊടുത്ത് തൻ്റെ മാരടം ആ പുത്രന് വേണ്ടി വിരിച്ചു കൊടുക്കുന്ന പിതാവ്. യേശു പറയുകയാണ്, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും എന്നിൽ ഒന്നായിരിക്കും. ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും എന്നിൽ ഒന്നായിരിക്കും. പ്രിയപ്പെട്ടവരെ, പിതാവിന്റെ എല്ലാ ഇഷ്ടങ്ങളും ആ പുത്രൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആ പിതാവിന്റെ ഇഷ്ടം പോലെ തന്നെ, അതായത് പിതാവ് മനുഷ്യനെ സ്നേഹിച്ചതുപോലെ തന്നെ പുത്രനും മനുഷ്യനെ സ്നേഹിച്ചിരുന്നു. അവര് ചെയ്യുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിന് താൻ പരിഹാരം ചെയ്യേണ്ടി വരുമെന്ന് ആ പുത്രൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് പുത്രൻ ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും, അന്ന് വരെ ജീവിച്ചതും അതിനുശേഷം ജനിക്കാനിരിക്കുന്നതുമായ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായിട്ട് അവിടുന്ന് ആ മനുഷ്യന്റെ പാപമാകുന്ന ആ പരുക്കള് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുന്ന് പരിഹാരം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ ഭാരം, അതിന്റെ ഭീകരത എന്താണെന്നുള്ളത് അത് മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, എറണാകുളം ജില്ലയിൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രത്യേകതരം ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. 5 ദിവസത്തെ ധ്യാനം. ഈ ധ്യാനത്തിന്റെ ലാസ്റ്റ് ദിവസം രാത്രിയിൽ കുമ്പസാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരെ കൊണ്ടും അവരുടെ പാപങ്ങൾ എഴുതിച്ചിട്ട് അഡ്രസ്സും പേരൊന്നും വെക്കണ്ട, കടലാസിൽ അവരവർ ചെയ്ത പാപങ്ങൾ എഴുതിയിട്ട് കുമ്പസാരത്തിന് ശേഷം ആ പാപം കൊണ്ട് അവിടെ ഒരു ബക്കറ്റിൽ ഇടാൻ പറയും. എന്നിട്ട് രാത്രി ആരാധനയുടെ സമയത്ത് ആ ധ്യാനഗുരു, ആ ഡയറക്ടർ അച്ഛൻ അതിൽ നിന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ഒരു 4-5 പേരെ വിളിച്ചിട്ട് അവരെ നെറ്റിയെ കുറിച്ച് വിളിച്ച് അവരുടെ തലയെ കുറിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ബക്കറ്റ്, പുറകിലിരിക്കുന്ന ഈ ബക്കറ്റ് വെറും തുണ്ടുകടലാസുകൾ അതിൻ്റെ അകത്തുള്ള 100 ഗ്രാം പോലും വെയിറ്റ് ഇല്ല. അതായത് ഒരു ബക്കറ്റിന്റെ മൊത്തം വെയിറ്റ് കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു 1/2 കിലോ, മാക്സിമം 1/2 കിലോ വെയിറ്റ് ആ ബക്കറ്റിന് ഉണ്ടാവുള്ളൂ.